ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചെടി നടേണ്ട കുറച്ച് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞങ്ങൾ നട്ട ചെടി അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ കുറച്ച് സാധനങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതെ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ എനിക്കപ്പോൾ ഞങ്ങളുടെ പൂന്തോട്ടം എന്നാണ്ട് സെറ്റ് ചെയ്യണമെന്ന് ഒരു പൂതി. അപ്പം പിന്നെന്താ, അപ്പം ഞാനും എൻ്റെ അനിയത്തി നട്ട രാവിലെ തന്നെ ഇതിനങ്ങണ്ട് ഇരുന്നു. ഉള്ള നേരം പോവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെടിയുടെ ആയിട്ടുള്ള ഇഷ്ടം അങ്ങോട്ട് കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആവശ്യമില്ലാണ്ട് മുളച്ച് വന്ന പുല്ലും പണ്ടാരങ്ങളൊക്കെ പറിച്ച് കളയുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്തു. പിന്നെ ചിലത് ചട്ടിയുടെ അടിയിൽ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചെടിയൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ, അതായത് പണിയെടുക്കാത്തവരൊക്കെ ഈ ചെടിച്ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വല്ല ഇഴജന്തുക്കളോ വല്ല പഴുതാരയോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നമ്മൾ കടിക്കും. സോ അപ്പം നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളിതൊക്കെ, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ഞങ്ങളവിടെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് വീണ്ടും ഞങ്ങൾ ചട്ടികൾ, അതായത് വലിയ ചട്ടിയൊന്നും അല്ല കേട്ടോ, ഞങ്ങളൊക്കെ കുറേ നാളായി ചെടികളൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യം ചെടികൾ, അതായത് വലിയ ചെടികളില്ല എന്ന് വെച്ചാൽ വലിയ ചട്ടികളോ അങ്ങനെ ഒന്നുമില്ല. നമ്മളത് പെയിൻറ്റ് മാത്രം വാങ്ങാനുള്ള ഓരോ പാത്രങ്ങൾ, അതുപോലെ തന്നെ ചെറുതായിട്ട് ചിലതൊക്കെ വാങ്ങിയ ചട്ടികളും പിന്നെ കവറിൽ നമ്മൾ വീട്ടിൽ ചെടിച്ചട്ടിയായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ രീതിയിൽ ഒന്നാണ്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെയൊക്കെ ഒന്നും വൃത്തി. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെടിയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചാക്ക് കണ്ടപ്പോൾ അതിനായിട്ടുള്ള കുസ്തിപിടുത്താണ്. ചാക്കും മണ്ണിൽ അങ്ങോട്ട് അടിഞ്ഞിട്ട് അത് കിട്ടുന്നില്ല ഗൈസ്. ലാസ്റ്റ് ഞാൻ ശ്രമത്തിനൊടുവിൽ ഞാൻ പിന്നെ കത്തി കൊണ്ടൊക്കെ മുറിച്ചിട്ടാണ് കേട്ടോ അത് ഇതാക്കി. അതിനുശേഷം വീണ്ടും അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി സെറ്റ് ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ പണിയെടുക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട, ഇതിപ്പോഴൊന്നും തീരില്ല. കാരണം അമ്മയ്ക്കറിയാം ഞങ്ങൾക്ക് അധികം മേലിറങ്ങി പണിയെടുക്കാൻ പറ്റിയാണ്. അപ്പം ഞങ്ങൾക്കൊരു വാശിയായി ഇത് തീർത്തിട്ട് തന്നെ കാര്യം. സോ ഞങ്ങളെല്ലാ ചട്ടിയൊക്കെ ഒന്ന് ഒതുക്കിയും മരിച്ചും തിരിച്ചൊക്കെ അങ്ങോട്ട് വെച്ചു. അപ്പം ഞങ്ങൾക്ക് ചന്തം പോരണില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള ചെടികളൊന്നുമില്ല, പിന്നെ നല്ല ചട്ടികളൊന്നുമില്ല. അതൊക്കെ ഒന്ന് വാങ്ങണം. അതിനുശേഷം നമ്മൾ ഉള്ള ചെടികൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. കുറേ ചെടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ആയാലും കാശിത്തുമ്പ അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ തന്നെ ഉള്ളൂ. കാറ്റാർവാഴ അമ്മേരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതൊക്കെ വെച്ചത്. പിന്നെ മുളകും തൈ കുറേ ഉണ്ട്, മുളകുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ചെടികൾ നമുക്ക് പറ്റണ രീതിയിൽ നമ്മൾ മുളപ്പിച്ച് സെറ്റ് ചെയ്തത് അങ്ങനെ ഉണ്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്ത് ചെയ്യുന്ന കാലം എനിക്ക് നല്ല മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ല. സോ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള കഥ പോലെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തും തിരിച്ചും ധരിച്ചൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ ഗാർഡൻ ഒന്ന് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് വേണമല്ലോ. അപ്പം ഞങ്ങൾ ചാണപ്പൊടി ഇതൊക്കെ വേറെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഫൈനലി ഞങ്ങളുടെ പൂന്തോട്ടത്തിൻ്റെ ലുക്ക് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാ ചെടികളും വെച്ചു. പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ ഗേസി കാണുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉള്ളിലൊക്കെ. അത് നിങ്ങൾക്കിങ്ങനെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ചൂന്യമുളക് ഇതിൽ ഗൈസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ കുരുമുളക് ഉണ്ട് ഗൈസ്. കുരുമുളക് ഉണ്ടായിട്ടുണ്ട്, അത് കാണിച്ചു തരാം ഗൈസ്. കാണുന്നുണ്ടോ ഗൈസ്? കുരുമുളക് ഒരുപാട്